എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി ഫീ അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ നാളെ അവസാനിക്കും. സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ മാസം 23-ന് പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൻ്റെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഡേറ്റും അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഡേറ്റും നാളെ അവസാനിക്കുമെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിലും, നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിലും അഥവാ സംതൃപ്തർ അല്ലെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് നിങ്ങൾ നിർബന്ധമായും അടയ്ക്കേണ്ടതാണ്. കാരണം ഈ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം എന്നുള്ളത് പ്രധാനമായും നമ്മൾ പല വീഡിയോകളിലൂടെയും എടുത്തു പറഞ്ഞതിന് കാരണം ഈ യൂണിവേഴ്സിറ്റി ഫീ, ഈ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുമെന്നുള്ളത് മാത്രമല്ല, തുടർന്നുള്ള അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിങ്ങളെ പരിഗണിക്കുകയുമില്ല. അതിനുവേണ്ടിയാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണമെന്ന് പറഞ്ഞത്. അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടയ്ക്കണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച സംശയമാണ്. നമുക്ക് പറയാനുള്ളത്, അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇതുവരെ ഒരു കോളേജിലും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ ഒരു കോളേജിലും സീറ്റ് ലഭിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യേണ്ടതില്ല, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല എന്നോർത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ പരമാവധി 20 ഓപ്ഷൻ വരെ ഒരു കുട്ടിക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 മുതൽ 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അപ്പോൾ പിന്നെയുള്ളത് ബാക്കി ഇപ്പോൾ ലഭിച്ച 5ഉം പിന്നെ 4, 3, 2, 1 എന്ന ബാക്കിയുള്ള 4 ഓപ്ഷനുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ നിങ്ങളിപ്പോൾ തൃപ്തരാണ്. നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ 5ാമത്തെ ഓപ്ഷൻ മതി, ഇനി എനിക്ക് പുതിയൊരു ഓപ്ഷൻ വേണ്ട, നിങ്ങൾ 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തി അടഞ്ഞു, നിങ്ങൾക്കത് മതി, തൃപ്തി അടഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള 4 ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്ത് കളയണം. കാരണം അത് ക്യാൻസൽ ചെയ്ത് കളയണമെന്ന് പറഞ്ഞത് അല്ലാത്ത പക്ഷം അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും പ്രവേശനത്തിന് പുതിയ ഓപ്ഷനിലേക്ക് മാറേണ്ടി വരും. ഇനി അതുപോലെ തന്നെ ഈ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യരുതെന്ന് പറയുന്ന ഒരു കൂട്ടർ വിദ്യാർത്ഥി, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 1ാമത്തെ അലോട്ട്മെന്റ് ലഭിച്ചു, നിങ്ങൾക്ക് ലഭിച്ച കോളേജും ലഭിച്ച കോളേജ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ്, ഒട്ടും ഇഷ്ടപ്പെടാത്ത കോളേജ്, ഒട്ടും ഇഷ്ടപ്പെടാത്ത കോഴ്സ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തണം. അതിന് കാരണം എന്ന് പറയുന്നത് അടുത്ത അലോട്ട്മെന്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണ്, പുതിയ ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കാനാണ് ഹയർ ഓപ്ഷൻസ് നിലനിർത്തണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരല്ലെങ്കിൽ ജൂൺ 23-നാണ് എന്ത് ചെയ്യുന്നത്, ജൂൺ മാസം 23-നാണ് 2ാം അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. ജൂൺ മാസം 23-നാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓർത്തിക്കുക. ജൂൺ 23-ന് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമെന്നുള്ളത് ഓർത്തിക്കുക. ഈ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജ് ജോയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികൾ പോകേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വിദ്യാർത്ഥി 990 രൂപ, ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു വിദ്യാർത്ഥി 990 രൂപയും SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി 925 രൂപയുമാണ് അടയ്ക്കേണ്ടത്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് ഗവൺമെന്റ് ഇളവും റിസർവേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് ഇളവുണ്ട്. അവർക്ക് 925 രൂപയുമാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത്. അലോട്ട്മെന്റ് ലഭിക്കാത്തവർ ഈ ഫീസ് അടയ്ക്കണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച സംശയമാണ്. അലോട്ട്മെന്റ് ലഭിക്കാത്തവർ ഈ ഫീസ് അടയ്ക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് അലോട്ട്മെന്റ് ജൂൺ മാസം 23-ന് പ്രസിദ്ധീകരിക്കുന്ന സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ ജൂൺ മാസം 23-ന് പബ്ലിഷ് ചെയ്യുന്ന സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ടെക്, ദ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.